പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാൻ ആക്രമണം ശക്തമാക്കി. ഇതേ തുടർന്ന് UAE ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച UAEക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരുന്നു. തുടർന്നാണ് UAE ഭരണകൂടം ജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ആക്രമണ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ ജാഗ്രത പാലിക്കണം. മിസൈൽ, ഡ്രോൺ ദൃശ്യങ്ങൾ പകർത്താൻ സുരക്ഷിത ഇടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ആക്രമണ മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ഉടൻ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണം. അടുത്ത സുരക്ഷാ മുന്നറിയിപ്പ് ലഭിക്കുന്നതുവരെ അവിടെ തുടരണം. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങൾ നിർത്തി പുറത്തിറങ്ങി ദൃശ്യങ്ങൾ പകർത്താനും ശ്രമിക്കരുത്, ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ പറയുന്നു. അതിനിടെ പശ്ചിമേഷ്യയിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. UAEയിലും ജോർദാനിലും സ്ഥാപിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളിലെ റഡാർ സിസ്റ്റത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. താഡ് പ്രതിരോധ സംവിധാനത്തിലെ റഡാർ സിസ്റ്റത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്തി പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് താഡ്. താഡിൻ്റെ റഡാർ സംവിധാനങ്ങൾക്ക് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ജോർദാനിലെ മുവഫാഖ് സാൽത്തി വ്യോമത്താവളത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഈ വ്യോമത്താവളത്തിൽ വിന്യസിച്ചിരിക്കുന്ന US താഡ് പ്രതിരോധ സംവിധാനത്തിന് സമീപം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. താഡിനെ തകർക്കാൻ നിരവധി തവണ ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ സൂചനയാണിതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. UAEയിലെ റുവൈസ്, സാദർ എന്നീ സൈനിക കേന്ദ്രങ്ങളിലും ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണങ്ങളിൽ 7ഓളം കെട്ടിടങ്ങൾ തകർന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. റഡാർ സംവിധാനങ്ങൾ വിന്യസിച്ചിരുന്ന കെട്ടിടങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത്. ഖത്തറിലെ ദഹലിലെ റഡാർ കേന്ദ്രത്തിനെ ലക്ഷ്യമിട്ടും ആക്രമണം ഉണ്ടായി. അതിനിടെ ഇറാൻ ബഹ്റൈനിൽ ശക്തമായ ആക്രമണം നടത്തി. ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞുവെന്ന US വാദത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത്. മനാമയിലെ ഒരു ഹോട്ടലും 2 അപ്പാർട്ട്മെൻറ്റുകളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിലും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണം സൗദി തടയുകയും ചെയ്തു. ഇറാനെതിരെ ഇറാഖിലെ കുർദിഷ് മേഖല വഴി കരയുദ്ധത്തിന് US തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. കരയുദ്ധം നടത്തിയാലും നേരിടുമെന്ന് ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലും ഇസ്രായേലിലും ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം തുടരുകയാണ്. അതിനിടെ ഇസ്രായേൽ US സംയുക്താക്രമണത്തിൽ ഇറാനിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ രാജ്യത്ത് 1230 പേരാണ് കൊല്ലപ്പെട്ടത്. പശ്ചിമേഷ്യയിൽ 7ാം ദിവസവും സംഘർഷം തുടരുകയാണ്. ഇരു രാജ്യങ്ങളും ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി മുന്നോട്ടു പോകുന്നു. ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടരുമെന്നാണ് US ഇസ്രായേലും വ്യക്തമാക്കുന്നത്.